നമസ്തേ. നമ്മുടെ ശരീരത്തിന് മുഴുവനായും സ്ട്രെച്ച് അനുഭവപ്പെടുന്ന ഒരു ആസനയാണ് താടാസന. താടാസനയുടെ ഗുണങ്ങളേറെയാണ്. നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനും ബാലൻസിങ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനൊക്കെ താടാസന വളരെ നല്ലതാണ്. ചെയ്യുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. പല രീതിയിലും താടാസനയിലേക്ക് നമ്മൾ പോകാറുണ്ട്. അതിലൊരു മെച്ചപ്പെട്ട രീതിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആദ്യം ഇരുകാലുകളും ചേർത്ത് വെക്കുക. ശ്വാസം സാവധാനം അകത്തേക്കെടുത്ത് മെല്ലെ കൈ ഉയർത്തുക. കൈ ഇതുപോലെ മുകളിൽ ഇൻ്റർലോക്ക് ചെയ്യുക. അകത്തേക്കെടുത്ത ശ്വാസം താഴേക്ക് വിട്ടുകൊണ്ട് തലയിലേക്ക് കൈ കൊണ്ടുവരിക. ഇവിടെ നിന്നും കൈ ഇതുപോലെ മലർത്തി കൈ നല്ലോണം ശ്വാസം അകത്തേക്കെടുത്ത് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. നല്ലോണം വലിച്ചു പിടിക്കണം. ശ്വാസം അകത്തേക്കെടുത്ത് നല്ലോണം വലിച്ചു പിടിച്ച ശേഷം കാലിൻ്റെ ഉപ്പൂറ്റി പൊക്കി വിരലുകളിൽ നിൽക്കുക. 30 സെക്കൻഡ് അഥവാ 10 ഡീപ്പ് ബ്രീത്തിങ് ആണ് നിൽക്കേണ്ടത്. ശേഷം വശങ്ങളിലൂടെ കൈ പതിയെ ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് താഴ്ത്തുക. ഉപ്പൂറ്റി താഴെ വെക്കുക. ഇങ്ങനെയാണ് താടാസന ചെയ്യുന്ന രീതി. മറ്റു രീതികളും നിങ്ങളൊരു പക്ഷേ കണ്ടെന്ന് വന്നേക്കാം. എല്ലാം ശരിയാണ്. തുല്യ ബെനിഫിറ്റാണ് നമുക്കിതിന് കിട്ടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ബാലൻസിങ് കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മസിൽസിൻ്റെ സ്ട്രെച്ച് മെച്ചപ്പെടുത്താനും അതുപോലെ മസിൽസ് ഇഞ്ചറീസൊക്കെ ഇല്ലായ്മ ചെയ്യാനൊക്കെ താടാസന വളരെ നല്ലതാണ്. താങ്ക്